ശ്വാസം മുട്ടുന്ന ഒരു രോഗിയെ കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കട്ടിലിന്റെ തലഭാഗം ഉയർത്തി വെക്കുക എന്നാണ്. എന്നാൽ നമ്മൾ വെറുതെ തലയിണ വെക്കുമ്പോൾ അവിടെ ശരീരത്തിനുള്ളിൽ ഗ്രാവിറ്റി ഉപയോഗിച്ചുള്ള ഒരു വലിയ സയൻസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഫസ്റ്റ് ഇയർ നഴ്സിംഗ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെ ഫൗളേഴ്സ് പൊസിഷൻ എന്ന് പഠിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് ടു റിലീവ് ഡിസ്പ്നിയ എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ. മിക്കവാറും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഇതിന് പിന്നിലെ യഥാർത്ഥ അനാട്ടമി അറിയില്ല. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ എക്സാമിന് എക്സ്റ്റേണൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്നത്. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഒരു നഴ്സ് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് വളരെ ലളിതമായ ഒരു ഫിസിയോളജിയാണ്. നമ്മൾ ഫ്ലാറ്റായി കിടക്കുമ്പോൾ നമ്മുടെ വയറ്റിലെ അവയവങ്ങൾ ഡയഫ്രത്തിന് മുകളിലേക്ക് പ്രഷർ കൊടുക്കുന്നു. ഇത് ശ്വാസകോശത്തിന് വികസിക്കാൻ സ്ഥലം കുറയ്ക്കുന്നു. എന്നാൽ നമ്മൾ രോഗിയെ ഇരുത്തുമ്പോൾ ഗ്രാവിറ്റി കാരണം ഈ അവയവങ്ങളെല്ലാം താഴേക്ക് നീങ്ങുന്നു. അപ്പോൾ ഡയഫ്രം താഴേക്ക് വരികയും ശ്വാസകോശത്തിന് വികസിക്കാൻ കൂടുതൽ സ്ഥലം ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ശ്വാസം എടുക്കാൻ രോഗിക്ക് എളുപ്പമാവുന്നത്. ഇതാണ് നഴ്സിംഗിലെ സയൻസ്. ഇത് വെറും ഒരു തിയറി അല്ല. നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആസ്മ പേഷ്യന്റോ അല്ലെങ്കിൽ COPD പേഷ്യന്റോ അത്യാസന്ന നിലയിൽ വന്നാൽ ഡോക്ടർ വരുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ലൈഫ് സേവിംഗ് പ്രൊസീജിയർ ആണ് കൃത്യമായ പൊസിഷനിങ്. മരുന്ന് കൊടുക്കുന്നതിന് തുല്യമായ പ്രാധാന്യം നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിക്കുണ്ട്. ഇതുപോലെ തന്നെ പെട്ടെന്ന് BP വല്ലാതെ കുറഞ്ഞ ഒരു രോഗിയുടെ കാലുകൾ ഉയർത്തി വെക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായ സയൻസ് അറിയാമോ? അത് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ മാത്രമല്ല ചെയ്യുന്നത്. ഇതിന് പിന്നിലും രസകരമായ ഒരു ഫിസിയോളജി ഉണ്ട്. ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിൾ ആയി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യൂ.